നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വായന മരിച്ചിട്ടില്ല, വായനയുടെ വസന്തകാലം വീണ്ടും പിറന്നിരിക്കുന്നുവെന്ന് അംബികാസുധൻ മാങ്ങാട്. കൈരളി ബുക്സ് മെഗാ ഓണം പുസ്തകോത്സവവും സാംസ്കാരികോത്സവവും ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായനയുടെ ഒരു വസന്തകാലം ആരംഭിച്ചിരിക്കുന്നു എന്നൊരു വാക്യം, അങ്ങനെ ഒരു വാക്യം പറഞ്ഞു കേട്ടിട്ടില്ല. വായന മരിച്ചോ 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 എന്നുള്ളതാണ് നമ്മൾ ഏത് പുസ്തക ചർച്ചയിൽ പോയാലും കേൾക്കുന്നത്. സ്കൂളിലായാലും കോളേജിലായാലും ഒക്കെ കേൾക്കുന്നത് ഈ ഒരു വാക്യം മാത്രമാണ്. അപ്പൊ എനിക്ക് അത് കുറച്ചു കാലമായിട്ട് ആ മാറ്റം ഉണ്ട്. പുസ്തകങ്ങൾ തിരിച്ചു വരുന്നതിന്, ശക്തമായി തിരിച്ചു വരുന്നതിൻ്റെ ഒരു മാറ്റം. അതിന് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ, ഗ്രാമസഭകളുടെ പ്രവർത്തനങ്ങൾ, വായനശാലയുടെ പ്രവർത്തനങ്ങൾ, മറ്റ് പലതരത്തിലുള്ള കലാവേദികളുടെ പ്രവർത്തനങ്ങൾ ഒക്കെ ഇതിന് ബലം കൊടുക്കുന്നുണ്ട്. അപ്പം ആ തരത്തിൽ പുസ്തക വിപണി വലുതായിട്ട് വരുന്നുണ്ട്. പുസ്തകങ്ങൾ ധാരാളമായിട്ട് വായിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വായനയുടെ ഒരു വസന്തകാലം പിറന്നിരിക്കുന്നു എന്നൊരു തോന്നൽ എനിക്ക് കുറച്ച് കാലമായിട്ടുണ്ട്. ഞാനത് ആദ്യമായിട്ട് ഇപ്പോൾ ഇവിടെ കൈരളി ബുക്സ് ചെയർമാൻ മുരളി മോഹനൻ അധ്യക്ഷനായി. ചടങ്ങിൽ എ.പി. ശ്രീനന്ദൻ രചിച്ച വാനിൽ ഉയർന്ന പക്ഷികൾ എന്ന കവിതാ സമാഹാരം അംബികാസുധൻ മാങ്ങാട് പ്രകാശനം ചെയ്തു. അതിരകം UPU സ്കൂൾ ഹെഡ് മാസ്റ്റർ T.K. വിനയൻ പുസ്തകം ഏറ്റുവാങ്ങി. KS മിനിക്ക് കൈരളി ബാലസാഹിത്യ പുരസ്കാരവും സമർപ്പിച്ചു. ജിജേഷ് കൊറ്റാളി, ജിഷ സി ചാലിൽ, KS മിനി, എ.പി. ശ്രീനന്ദ് എന്നിവർ സംസാരിച്ചു. അശ്വത് കുമാർ സ്വാഗതവും PK ബിജു നന്ദിയും പറഞ്ഞു. സെപ്റ്റംബർ 13 വരെ വിവിധ പുസ്തകങ്ങളുടെ പ്രകാശനം ജവഹർ ലൈബ്രറി ഹാളിൽ നടക്കും. വൈകിട്ട് രാജൻ കോരമ്പത്തിന്റെ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന പുസ്തകം പ്രകാശനം ചെയ്യും. സെപ്റ്റംബർ 5 ഉപനിഷത്ത് സംഗ്രഹം, ആര്യാശൂര്യന്റെ ജാതകമാല എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.